നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം കേരളത്തിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF മുന്നിൽ എന്നാണ് ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. നിയമസഭയിൽ 99 സീറ്റുള്ള LDFന് പുതിയ കണക്ക് പ്രകാരം 19 മണ്ഡലങ്ങളിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ. അതിൽ മന്ത്രിമണ്ഡലങ്ങൾ 3 എണ്ണം മാത്രമാണ്. എന്നാൽ 11 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ NDAയുടെ വളർച്ചയാണ് ശ്രദ്ധേയം. ലോക്സഭയിൽ 2 അക്കം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ പ്രവചനം കേരളത്തിൽ ഫലിച്ചില്ല. എങ്കിലും കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്കിൽ NDA ആദ്യമായി 2 അക്കം തൊട്ടു. നമുക്ക് പഴയ കണക്ക് കൂടി ഒന്ന് നോക്കാം. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം 123 സീറ്റുകളിൽ UDF ആണ് ഒന്നാമതെത്തിയത്. LDF 16 ഇടത്തും NDA ഒരു മണ്ഡലത്തിലും, അതായത് നേമത്ത് മാത്രം. ആ ഒന്നിൽ നിന്നുമാണ് 11ലേക്കുള്ള വളർച്ച എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ നേമത്ത് മാത്രം ഒന്നാമതെത്തിയ BJP ഇത്തവണ 22,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിന് പുറമെ വട്ടിയൂർക്കാവിൽ 8,162, കഴക്കൂട്ടത്ത് 10,842, കാട്ടാക്കടയിൽ 4,779, ആറ്റിങ്ങലെത്തുമ്പോൾ 6,287, പുതുക്കാട് 12,692, ഇരിങ്ങാലക്കുടയിൽ 13,950, നാട്ടികയിൽ 13,950, തൃശ്ശൂരിൽ 14,117, ഒല്ലൂരിൽ 10,363, മണലൂരിൽ 8,013. ഇങ്ങനെ ഇത്രയും നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. 8 മണ്ഡലങ്ങളിലാണ് BJP 2ാം സ്ഥാനത്തെത്തിയത്. അതായത് തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് ഈ മണ്ഡലങ്ങളിലാണ് BJP 2ാം സ്ഥാനത്ത് എത്തിയത്. ഇടതുമുന്നണിക്ക് 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാമതെത്താൻ കഴിഞ്ഞത്. UDF 110 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി. 2019 അത് 123 മണ്ഡലങ്ങളായിരുന്നു. LDF ഒന്നാമതെത്തിയതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിജയിച്ച ആലത്തൂരിലാണ് 4 സീറ്റുകൾ. 20ൽ 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോലും ഭരണമുന്നണി ഒന്നാമതെത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കണം. ലീഡ് നേടിയ 19ൽ 17 ഇടത്തും ഭൂരിപക്ഷം 10,000-ൽ താഴെയാണ്. ഇനി മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ കൂടി എടുക്കാം. മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തും KN ബാലഗോപാലിൻ്റെ കൊട്ടാരക്കരയിലും K രാധാകൃഷ്ണന്റെ ചേലക്കരയിലും മാത്രമേ LDFന് ലീഡുള്ളൂ. ചുവപ്പ് കോട്ടയായ ധർമ്മടത്ത് വെറും 2,616 വോട്ടിന്റെ ലീഡ്. ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ച ചേലക്കരയിൽ 5,173 വോട്ടിന്റെ ലീഡ് മാത്രമേ ഇടതുമുന്നണിക്കുള്ളൂ. R ബിന്ദുവിന്റെയും V ശിവൻകുട്ടിയുടെയും K രാജന്റെയും മണ്ഡലങ്ങളിൽ BJPക്കാണ് ലീഡ്. തലശ്ശേരി കഴിഞ്ഞാൽ പിന്നെ LDF ലീഡ് നേടിയ അസംബ്ലി മണ്ഡലം ഷൊർണൂറാണ്. ലീഡ് നേടിയ 19ൽ 15 നിയോജക മണ്ഡലങ്ങളിൽ 2021 CPM വിജയിച്ചതാണ്. 3 ഇടത്ത് CPI. കോവൂർ കുഞ്ഞുമോൻ വിജയിച്ച കുന്നത്തൂരും LDFനാണ് ലീഡ്. UDFന് 110ൽ 17 മണ്ഡലങ്ങളിൽ 40,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. വണ്ടൂരാണ് റെക്കോർഡ് ഇട്ടത്. 68,684 വോട്ടുകളുടെ ലീഡുണ്ട്. ഇനി PV അൻവർ വിജയിച്ച നിലമ്പൂരിൽ ഇത്തവണ UDFന്റെ ഭൂരിപക്ഷം 56,363 ആണ്. മന്ത്രി P രാജീവിന്റെ കളമശ്ശേരിയിൽ UDFന്റെ ലീഡ് 38,447 വോട്ടുകളാണ്. തൃശ്ശൂരിൽ 6, ആറ്റിങ്ങലിൽ 2, തിരുവനന്തപുരത്ത് 3. BJP മുന്നേറിയ 11 അസംബ്ലി മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് LDF ആയിരുന്നു. 9 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJPയുടെ വളർച്ച ഭരണപക്ഷത്തിനും ഒപ്പം പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനുമൊക്കെ ആശങ്കയുണ്ടാക്കും എന്ന കാര്യം സംശയമില്ല.